കോഴിക്കോട് താമരശ്ശേരിക്ക് സമീപം 9ാം ക്ലാസ്സുകാരനെ ക്രൂരമായി മർദ്ദിച്ച് 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ. പുതുപ്പാടി ഗവൺമെന്റ് ഹൈസ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി അജിൽ ഷയ്ക്കാണ് മർദ്ദനമേറ്റത്. പരിക്കേറ്റ വിദ്യാർത്ഥി ആശുപത്രിയിൽ എത്തിച്ചില്ല എന്ന അധ്യാപകർക്കെതിരെ കുടുംബം ആരോപണം ഉന്നയിച്ചു. സംഭവത്തിൽ 4 വിദ്യാർത്ഥികളെ 2 ആഴ്ചത്തേക്ക് സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഇന്നലെ ഉച്ചയ്ക്കാണ് സംഭവം. ക്ലാസ് മുറിയിലായിരുന്ന അജിൽ ഷാനെ പുറത്തേക്കിറക്കിയാണ് 15ഓളം വിദ്യാർത്ഥികൾ മർദ്ദിച്ചത്. തലയ്ക്കും കണ്ണിനുമാണ് പരിക്ക്. 4 മാസം മുൻപ് അടിവാരം പള്ളിയിലുണ്ടായ വാക്കുതർക്കത്തിന്റെ തുടർച്ചയാണ് സ്കൂളിലുണ്ടായ മർദ്ദനം. പള്ളിയിൽ നിന്ന് ചെറുതായിട്ടൊരു വാക്കുതർക്കം ഉണ്ടായിട്ടുള്ളത്, തല്ല് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അതിൻ്റെ എല്ലാം അന്ന് ഇതായത്. അതേസമയം സ്കൂൾ അധികൃതർക്കെതിരെ ഗുരുതര ആരോപണമാണ് കുട്ടിയുടെ കുടുംബം ഉന്നയിക്കുന്നത്. കൃത്യമായി ചികിത്സ നൽകിയില്ലെന്നും രക്ഷിതാക്കളെ വിവരമറിയിക്കാൻ വൈകിയെന്നും കുടുംബം. ഇവരെന്നിട്ട് നമ്മളെ വിളിച്ച് പറയുന്നത് 2:40, 2:45 സമയത്താണ്. അതുവരെ ഇവനെ സ്റ്റാഫ് റൂമിൽ ഇരിക്കിയതാണ്. അതിനെ അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഒന്നുമില്ല. ഞങ്ങൾ ചെല്ലുമ്പോൾ ഇവൻ ഞങ്ങളോട് പറഞ്ഞ ഒറ്റ കാര്യം, എനിക്ക് ശ്വാസം മുട്ടുന്നുണ്ടെന്ന്. താഴ്ച കിടക്കുന്നതിന് തൊള്ളേക്ക് വിഷം വെച്ച് കൊടുക്കുന്ന മാതിരിയാണ് അവിടുത്തെ ഒരു പ്രിൻസിപ്പൾ പറഞ്ഞതാണ്. കേസ് കൊടുത്താൽ പാസ്പോർട്ട് കിട്ടൂല. അതേപോലെ വേറൊരു സാറ് പറഞ്ഞ പോലെ ഇവനോട് ചോദിച്ചതാ, മോനോട് നിങ്ങൾക്ക് കേസ് വേണോ TC വേണോ. എന്നാൽ ആരോപണം സ്കൂൾ അധികൃതർ തള്ളി. കേസ് കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടില്ലെന്ന് പ്രധാനാധ്യാപകൻ. പരാതി കൊടുക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പൊതുവെ പോലീസ് കേസുകൾ ആകാതെ മുന്നോട്ട് പോകുന്നതാണ് നല്ലത് എന്നാണ് പറഞ്ഞത്. താമരശ്ശേരി ഇഷ്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ പരാതി കൊടുക്കാൻ തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്. മർദ്ദിച്ച 15 കുട്ടികളിൽ 4 പേരുടെ വിവരങ്ങൾ പരാതിയിലുണ്ട്. ഇവരെ 2 ആഴ്ചത്തേക്ക് സസ്പെൻഡ് ചെയ്തു. സംഭവത്തിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികളുടെ സാമൂഹ്യ പശ്ചാത്തലം അന്വേഷിച്ച് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് റിപ്പോർട്ട് നൽകും. 24 കോഴിക്കോട്.